ഹേമ ഒരു ഡാൻസ് ടീച്ചറാണ്. ഭർത്താവ് പറഞ്ഞതാണ് ആൺപിള്ളേരെ നൃത്തം പഠിപ്പിക്കണ്ടെന്ന്. പക്ഷേ ഓവർ കോൺഫിഡൻസ് കൊണ്ട് 5-6 ആൺപിള്ളേർക്ക് അഡ്മിഷൻ കൊടുത്തു. അമ്മായിമ്മ മാത്രമാണ് സപ്പോർട്ട് ചെയ്തത്. എന്തായാലും നമുക്ക് ഹേമയുടെ മെല്ലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് ഹേമ, 35 വയസ്സുണ്ട്, വിവാഹിതയാണ്, ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. പരീക്ഷ എഴുതി കിട്ടിയതാണ്. വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. പിന്നെ ഹസ്ബൻഡിന് ചെറിയൊരു ബിസിനസ്സാണ്. അദ്ദേഹം വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിൽ വരും. ഞാനും അമ്മായിമ്മയും ഹസ്ബൻഡും അടങ്ങുന്നതാണ് തൽക്കാലം ഫാമിലി. ഞാൻ പണ്ട് നല്ലൊരു ഡാൻസറായിരുന്നു എന്ന് എല്ലാവരും പറയും. സിനിമാറ്റിക് ഡാൻസും മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ എനിക്കറിയാം. നർത്തകി ലക്ഷണങ്ങളും എനിക്കുണ്ട്. എൻ്റെ സൗന്ദര്യത്തെ ഭർത്താവ് പാടിപ്പുകഴ്ത്തും. ഞാനാണെങ്കിൽ കുറച്ചു കാലമൊക്കെ നൃത്തം പ്രാക്ടീസ് ചെയ്യാതിരുന്നു. ആദ്യത്തെ പ്രസവം എനിക്ക് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് ഞങ്ങൾ വെച്ചു. പിന്നെ ഞാൻ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഹസ്ബൻഡിനോട് പറഞ്ഞത്, എങ്കിൽ പിന്നെ നിനക്ക് പെൺകുട്ടികൾക്കായിട്ട് ഒരു ക്ലാസ് തുടങ്ങിക്കൂടെ? വീട് റോഡ് സൈഡിലാണ്, സിറ്റിയുടെ അടുത്തുമാണ്. പിന്നെ മുകളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, റൂഫൊക്കെ ഉണ്ട്. കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡാൻസ് ക്ലാസ് ആക്കാം. അങ്ങനെയാണ് തുടങ്ങിയത്. അത് വർഷങ്ങളായുണ്ട്. നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ചെറിയ പെൺകുട്ടികളും പിന്നീട് ചില വീട്ടമ്മമാർ വരെ വരികയും ചെയ്തു. അവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചു. പക്ഷേ ഇടയ്ക്ക് എനിക്ക് സിനിമാറ്റിക് ഡാൻസിൽ ഇത്തിരി കമ്പം കയറി. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സിനിമാറ്റിക് ഡാൻസുകൾ കളിക്കാൻ തുടങ്ങി. അത് കയറിങ് ഹിറ്റായി. എന്നെ എല്ലാവർക്കും തിരിച്ചറിയാം. എൻ്റെ ഇൻബോക്സിൽ അങ്ങ് മെസ്സേജ് വരാൻ തുടങ്ങി. ടീച്ചർ എവിടെയാ, ഞങ്ങളെ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും. ടീച്ചർക്ക് എന്തൊരു ഗ്രേസാ, എത്ര വയസ്സാ, ടീച്ചറെ ഒന്ന് കാണാൻ പറ്റുമോ, ഞങ്ങളെ കൂടെ ഡാൻസ് പഠിപ്പിക്കുമോ, സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കാമോ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത മെസ്സേജുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇതൊക്കെ പിന്നീട് തുറന്നു നോക്കാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിനടുത്തുള്ള 2 ചെക്കന്മാർ വന്ന് എന്നോട് പറഞ്ഞത്, ടീച്ചറെ ഞങ്ങളെ ഒന്ന് സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുമോ? ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കില്ലേ, ഒരു ചെക്കൻ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്, ഒരാൾ സെക്കൻഡ് ഇയറും. ഞാൻ പറഞ്ഞു, മോനെ, ഇത്രയും മുതിർന്ന ആൺകുട്ടികളൊന്നും ഞാൻ പഠിപ്പിക്കില്ല. ആൺപിള്ളേരെ ഇവിടെ പഠിപ്പിക്കുന്നതിന് എൻ്റെ ഭർത്താവ് എതിരാണ്. പക്ഷേ സിനിമാറ്റിക് ഡാൻസാണ് ഞങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇവിടെ അടുത്തെങ്കിലും സിനിമാറ്റിക് ഡാൻസായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളില്ല. പ്ലീസ്, ഞങ്ങൾക്ക് വേണ്ടി ടീച്ചർ ആഴ്ചയിൽ 2 ദിവസം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാമോ? ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പക്ഷേ അതിലൊരു കുട്ടി സമൂഹത്തിലെ നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ്. പുള്ളിക്കാരൻ എന്നെ വിളിച്ചു, പ്ലീസ് ടീച്ചർ, അതിനെന്താ, സേഫ് അല്ലേ? ഞാനൊരു 10 കുട്ടികളെ അവിടെ പറഞ്ഞു വിടാം, ആൺകുട്ടികളെ. എല്ലാവരും കൂടെ ആകുമ്പോഴേക്കും ഡാൻസ് പഠിച്ചോളും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ധർമ്മസങ്കടത്തിലായി. പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ 12 ആൺകുട്ടികളുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, അത് ശരിയാകില്ല. ഇവിടെ പെണ്ണുങ്ങൾ കയറി ഇറങ്ങുന്ന പോലല്ല, ആൺകുട്ടികൾ, അതും പ്രായപൂർത്തിയായ പിള്ളേരാണ്, ശരിയാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ധർമ്മസങ്കടത്തിലായി. ഇത്രയും വലിയൊരാൾ പറഞ്ഞതല്ലേ, എങ്ങനെ മാറ്റി വയ്ക്കുക? ഉടനെ അമ്മായിമ്മ പറഞ്ഞു, അതിനെന്താടാ, ഇവിടെ പെണ്ണുങ്ങളെല്ലാം ചവിട്ടിത്തേക്കുന്നതിന് നിനക്ക് കുഴപ്പമില്ല. ആൺപിള്ളേര് കുറച്ചുകൂടെയൊക്കെ പറഞ്ഞ് അനുസരിക്കും. നല്ല സൗന്ദര്യമുള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ തങ്കക്കുടം പൊളിരിക്കുകയാണ്. ഈ അവിഞ്ഞ പെണ്ണുങ്ങളുടെ മോന്ത കണ്ട് ഞാൻ മടുത്തു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അല്ലെങ്കിലും ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുള്ളൂ. അങ്ങനെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹസ്ബൻഡ് സമ്മതിച്ചത്. എന്നോട് പറഞ്ഞു, രാത്രി 8 മണി കഴിഞ്ഞു നീ ഡാൻസ് ക്ലാസ് എടുക്കരുതെന്ന്. ഞാൻ പറഞ്ഞു, ശനി ഞായറും ഞാൻ അവർക്ക് ഏതെങ്കിലും ഒരു സ്ലോട്ട് കൊടുത്തേക്കാം, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. എന്തായാലും ആൺപിള്ളേരെല്ലാം വന്നതിൽ പിന്നെ ഭയങ്കര രസമായിരുന്നു. എനിക്കൊരു പെൺകുട്ടിയാണല്ലോ. പക്ഷേ ആൺകുട്ടികൾ വന്നു കഴിഞ്ഞപ്പോഴേക്കുമില്ലേ വേറെ വൈബാണ്. എൻ്റെ അമ്മായിമ്മയും അവരുടെ ഡാൻസ് കാണാൻ വരും. ഞാനാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും എന്നെ അഭിനന്ദിക്കുകയും കൂടുതൽ അടുത്ത് പെരുമാറുകയൊക്കെ ചെയ്യും. എന്തോ എനിക്കും തരളിതമായൊരു മനസ്സ് അപ്പോൾ ഉണ്ടായി. അമ്മായിമ്മ പറഞ്ഞത് കറക്റ്റാണ്. ആൺകുട്ടികൾ വന്നതിൽ പിന്നെ വീടിൻ്റെ ഐശ്വര്യം കൂടി. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും ഇഷ്ടമല്ല. ഒരു കാര്യം മാത്രം അമ്മായിമ്മയ്ക്ക് എതിരഭിപ്രായമുണ്ട്. എടി, ആൺകുട്ടികളെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കണ്ട, അവരെ നല്ല ചടുലമായ സിനിമാറ്റിക് ഡാൻസ് മാത്രം പഠിപ്പിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞമ്മേ, അതിനല്ലേ വന്നത്. എന്നാലും നീ ഒരു ക്ലാസിക്കൽ ഡാൻസുകാരി ആയതുകൊണ്ട് ക്ലാസിക്കൽ നൃത്തച്ചുവടുകളോടി അതിനുള്ളിൽ ആഡ് ചെയ്യും. അത് വേണ്ട മോളെ, കാര്യം പുരുഷന്മാർക്കത് ചേരില്ല എന്ന് പറഞ്ഞു. അമ്മേ, അപ്പോൾ പുരുഷന്മാരൊക്കെ ഡാൻസ് കളിക്കുന്നോ? ആ, എന്നാലും ഈ പിള്ളേരൊക്കെ നല്ല ആണത്തമുള്ള സൗന്ദര്യമുള്ള പിള്ളേരാണ്. ഭരതനാട്യമൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലില്ലേ മോളെ ആകെ അലുകുലത്താകും. പോ അമ്മേ, അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടി അങ്ങനെയുണ്ട്, പ്ലീസ് നീ അവർക്ക് നല്ല ഡിസ്കോ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭാഗ്യത്തിന് പഠിക്കാൻ വന്ന ചെക്കന്മാർക്കൊക്കെ സിനിമാറ്റിക് ഡാൻസ് തന്നെയാണ് വേണ്ടത്. അവർക്ക് സിനിമാ പാട്ടുകൾക്ക് ഡാൻസ് കമ്പോസ് ചെയ്യണം, ഫ്യൂഷനായിട്ടും കമ്പോസ് ചെയ്യും.
പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഞാനിതെല്ലാം കമ്പോസ് ചെയ്ത് കൊടുത്തു. അവർ ആദ്യത്തെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ കിട്ടി. അതോടുകൂടി പിള്ളേർ എൻ്റെ കൂടെ അങ്ങ് കൂടി എൻ്റെ കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വല്ലപ്പോഴും റീൽസ് വിടുവേ, അതൊക്കെ കയറി അങ്ങ് വൈറലായി മാഡം. അതോടുകൂടി ഭർത്താവിനോട് പറഞ്ഞു, അനാവശ്യമായ ആമ്പിളാരുടെ കൂടെ നീ തത്തത്താത്തുള്ളരുത്. ഞാൻ പറഞ്ഞു, അതിനെന്താ, പിള്ളേരല്ലേ, പിള്ളേരാണേലും നിന്നേക്കാൾ ഒത്തിരി വയസ്സ് പ്രായമൊന്നും അവർക്ക് കുറവില്ല. ഓർത്തോണം, എല്ലാം നല്ല പ്രായപൂർത്തിയായ ആമ്പിളാരാണ്. നിങ്ങളെന്താ ഇടയ്ക്കിടയ്ക്ക് പ്രായപൂർത്തിയായെന്ന് പറഞ്ഞത്? പ്രായപൂർത്തിയായ ആണുങ്ങളെന്നും ഞാൻ കണ്ടിട്ടില്ലേ? ആണുങ്ങളില്ലാത്ത ലോകത്താണോ ഞാൻ വളർന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, എല്ലാം നല്ല സൗന്ദര്യമുള്ള സൂപ്പർ ചെക്കന്മാരാണ്. അതിൽ 5-6 ചെക്കന്മാരെങ്കിലും സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ മാത്രം സൗന്ദര്യമുള്ളവരാണ്. എടീ, നീ ചിലപ്പോൾ അവരെ കണ്ട് മയങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ അവർ നിന്നെ കണ്ട് മയങ്ങിപ്പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആളുകൾ നോക്കുമ്പോൾ ഉടനെ തന്നെ മയങ്ങാനിരിക്കുകയല്ലേ ഞാൻ എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ അമ്മായിയമ്മ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഓടി വന്ന് പറയുകയാണ്, ഒന്ന് പോടാ, ആൺപിള്ളേർ കളിക്കുമ്പോൾ ഞാനും പോരുന്ന് കാണാറുണ്ട്. എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ആ പിള്ളേർ പാവങ്ങളാ, അവരെന്ത് ചെയ്യാനാ? സംശയരോഗി. നിൻ്റെ അച്ഛൻ ഇതുപോലായിരുന്നു. എന്നെ അങ്ങ് സംശയമായിരുന്നു. ഓ, എന്ത് കണ്ടിട്ട് അച്ഛൻ അമ്മയെ സംശയിക്കാനാ? ഭാ, എൻ്റെ സൗന്ദര്യത്തെപ്പറ്റി നിനക്കെന്തറിയാമടാ? നിൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ. എന്നെയും സൗന്ദര്യം കണ്ടാടാ എൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ചത്. എന്നിട്ട് നിൻ്റെ സ്വഭാവമായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞാൽ സംശയിക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞാൽ സംശയിക്കുക. അങ്ങേരെക്കൊണ്ട് പൊറുതുമുട്ടി. ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ ഇല്ലാതിരിക്കുന്ന നല്ലത്. നേരത്തെ പോയത് നന്നായെന്ന് പല സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അമ്മ ഒരു ദുഷ്ടമൊന്നുമല്ല. ഭാര്യയെ സംശയിക്കരുത്. അവൾ അവളുടെ തൊഴിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നിനക്ക് സൗന്ദര്യം കുറഞ്ഞു പോയത് എൻ്റെ കുറ്റമല്ല. അമ്മ ഭയങ്കര സുന്ദരിയായിട്ട് എനിക്കെന്താ സൗന്ദര്യം കുറഞ്ഞു പോയത്? അത് നിൻ്റെ അച്ഛനോട് ചോദ്യം. അങ്ങേർക്ക് സൗന്ദര്യം വളരെ കുറവായിരുന്നല്ലോ. ഇത്രയും ഭൂലോക രംഭയായ അമ്മ എന്തിനാണ് സൗന്ദര്യം കുറഞ്ഞ അച്ഛനെ കല്യാണം കഴിച്ചത്? അതെൻ്റെ തലയിലെടുത്ത് എൻ്റെ പുറകെ അങ്ങ് നടന്നു. ജോലിയുണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാരങ്ങ് കല്യാണം കഴിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനപ്പോൾ കയറി ഇടപെട്ടു. നിങ്ങൾ രണ്ടുപേരും കൂടെ സൗന്ദര്യത്തിന് കാര്യം വന്ന് തർക്കിക്കാതെ. എനിക്ക് എൻ്റെ ഭർത്താവിനെ ഇഷ്ടമാണ്. എനിക്ക് ഈ പറഞ്ഞതുപോലെ സംശയരോഗങ്ങളുമില്ല. സംശയരോഗം കൊണ്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ ഞാൻ വാൺ ചെയ്തു. ഞാൻ ഒരു പരിധിക്കപ്പുറം ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവ് പൂച്ചയാകുമെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ആ പ്രയോഗം നടത്തി. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് ഒതുങ്ങി. അമ്മായിമ്മ പിന്നെ അതിനെക്കുറിച്ച് എന്നോട് വിസ്തരിച്ചു. അല്ലെങ്കിലുമില്ലേ, ആണുങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യമാണ്. പിന്നെ നിൻ്റെ ഭർത്താവിന് അസൂയ തോന്നാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല ചുള്ളൻ ചെക്കന്മാരില്ലയോ? സത്യം പറ മോളെ, നിനക്ക് ആ ചെക്കന്മാരെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ്? എന്തെങ്കിലും എണ്ണ ഒഴിക്കുകയാണോ? അതിനവൻ കേൾക്കുന്നില്ലല്ലോടി. സത്യം പറ, നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കൊന്നും തോന്നിയിട്ടില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓ, പ്രായമായി എനിക്ക്. ഇനി എന്ത് തോന്നിയിട്ട് എന്താ കാര്യം? അവന്മാർ നിന്നെയല്ലേ ശ്രദ്ധിക്കുന്നത്? അപ്പോൾ അവന്മാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എടി, ഞാൻ നോക്കുന്നുണ്ട്. പിള്ളേർക്കെല്ലാം തന്നെ ഒരു നോട്ടമുണ്ട് കേട്ടോ. എൻ്റെ മോൻ സംശയിക്കുന്നതിൽ ഇത്തിരി സത്യമുണ്ട്. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ അമ്മ, അമ്മ ഇപ്പോൾ ആരുടെ പക്ഷത്താ? എൻ്റെ പക്ഷത്താണോ അതോ മോൻ്റെ പക്ഷത്താണോ? ഞാൻ ആരുടെയും പക്ഷത്തല്ല. ഞാൻ സത്യസന്ധതയുടെ പക്ഷത്താണ്. അമ്മയ്ക്ക് ഇത്തിരി സത്യസന്ധത കൂടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ ഒരു തമാശയായിട്ട് ഞാൻ എടുത്തു. ഒരു വട്ടം ഒരു പടം ഞാൻ കണ്ടിട്ടില്ലേ, യൂട്യൂബിൽ നോക്കി, കാണുന്നില്ല. പല സ്ഥലത്തും ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് തിരഞ്ഞു, കിട്ടുന്നില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും OTT വരും, അന്നേരം കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, ഷോ അന്ന് കണ്ടിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ രാഷ്ട്രീയ നേതാവിൻ്റെ മോനില്ലേ, സിനിമാ പ്രാന്തനാണ്. സിനിമയിൽ അഭിനയിക്കുകയാണ് അവൻ ലക്ഷ്യം. ഞാനിപ്പം ഇതിനോട് ചോദിച്ചു, എടാ, സിനിമയൊക്കെ നീ എപ്പോഴും വാച്ച് ചെയ്യുന്നല്ലേ, ഈ സിനിമ എവിടെയെങ്കിലും കിട്ടുമോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അതിനെന്താ, ദേ ഞാൻ അയച്ചു തരാമല്ലോ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, അതൊരു ആപ്പുണ്ട്. എന്തായാലും അവൻ തന്നതുകൊണ്ട് ഞാനത് കണ്ടു. പിന്നീട് വാട്സാപ്പിൽ അവനോട് ഞാൻ പറയും, മോനെ ആ പടമുണ്ടോ, ഈ പടമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഉണ്ട്. പിന്നെ ടീച്ചർ കാണേണ്ട നല്ല പടങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, ഇംഗ്ലീഷ് മൂവീസൊക്കെ ഇഷ്ടമാണോന്ന്. ഞാൻ ചോദിച്ചു, എന്താണ് ഇംഗ്ലീഷ് മൂവീസ്, വേറെ വല്ലതുമാണോ? അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ക്ലാസിക്കായിട്ടുള്ള ഇംഗ്ലീഷ് മൂവീസാണ്, അത് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശസ്തമായ ചില ഇംഗ്ലീഷ് മൂവികളൊക്കെ അവൻ അയച്ചു തരാൻ തുടങ്ങി. ഞാൻ പതുക്കെ കണ്ടു, നല്ല സെലക്ഷനാണ് അവൻ്റേത്. ഇടയ്ക്കിടയ്ക്ക് അവൻ ഫണ്ണി വീഡിയോസും അയക്കും. ഒരു ദിവസമില്ലേ മാഡം, ഞാനാണെങ്കിൽ വാട്സാപ്പ് തുറന്നപ്പോഴില്ലേ രാത്രിയാ, ഹസ്ബൻഡ് അടുത്തില്ലാത്തത് ഭാഗ്യം. ഒരു വീഡിയോ, അവനിങ്ങനെ ഫണ്ണി വീഡിയോ ഒക്കെ അയക്കുന്നതല്ലേ, ഞാൻ നോക്കിയപ്പോഴില്ലേ അവൻ തന്നെ സ്വന്തം കൈക്രിയെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു.
കണ്ട് ഞെട്ടിപ്പോയി. ക്യാമറ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് മേശയുടെ പുറത്ത് കയറിയിരിക്കുകയാണേ. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, അതിന് ശബ്ദം വല്ലതുമുണ്ടോ? ഭാഗ്യം, ശബ്ദമില്ല. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. ഞാൻ ഫോണങ്ങ് അടച്ചു വെച്ചു. ഇത് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സ് അത് മുഴുവനും ഒന്ന് കാണാം. ഈ ചെക്കൻ എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളുടെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചത്? ഇവനെന്തിൻ്റെ കേടാണ്? എന്നെ അവൻ വളയ്ക്കാൻ ശ്രമിക്കുവാണോ? എനിക്കാണെങ്കിൽ വല്ലാത്തൊരു പേടി തോന്നി. അവനെ വിളിച്ചാലോ? അയ്യോ വേണ്ട, അത് ശരിയാകില്ല. എന്നാലും വീഡിയോ ഒന്ന് തുറന്നപ്പോൾ ഒന്ന് കണ്ടു. അത് പക്ഷേ മുക്കും മൂലയും മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാലും അത് തുറന്നൊന്ന് ഓടിച്ചാൽ എല്ലാം കാണാമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ കൈകൾ ഒന്ന് ടച്ച് ചെയ്തു. കാണണ്ടാന്ന് തോന്നുമെങ്കിലും കാണാൻ തോന്നുമല്ലോ എന്ന് മനസ്സ് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് കണ്ടത്. മുക്കും മൂലയും മാത്രമല്ല, മണിഗോപുരമേടയും ഞാൻ കണ്ടു. ചെക്കന് എന്തൊക്കെയെ കാണിക്കുന്നത്? കുസൃതി കൊടുക്ക. ചെക്കൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ കുടുക്ക പൊട്ടിക്കുമല്ലോ എന്ന് ഞാൻ ഓർത്തു. പെട്ടെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പില്ലേ മാഡം, അത് അങ്ങ് അപ്രത്യക്ഷമായി. അവൻ വീഡിയോ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടു. എൻ്റെ മനസ്സിലതിരിക്കും. ചെക്കൻ അയച്ചത് ഇനിയിപ്പോൾ അവനോട് ചോദിക്കണോ, അതോ അവൻ എന്നോട് തിരിച്ചെന്തെങ്കിലും പറയുമോ, വിളിച്ച് ക്ഷമ പറയുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഉടനെ തന്നെ അവൻ്റെ കോൾ വന്നു. ടീച്ചറെ, അടുത്താരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആരുമില്ല. ഹസ്ബൻഡ് ഇവിടെ? പുള്ളി അപ്പുറത്തെങ്ങാണ്ടുണ്ട്. അല്ല, ഞാനിപ്പോൾ ഒരു വീഡിയോ അയച്ചിരുന്നു, കണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടില്ല, അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയല്ലോ. നീ ഡിലീറ്റ് ആക്കിയതാണോ? അത് എന്ത് വീഡിയോ ആയിരുന്നു? വല്ല കോമഡി വീഡിയോ ആണോ അതോ ഡാൻസ് വീഡിയോ ആണോ എന്ന് ചോദിച്ചു. ടീച്ചർ എന്നെ കളിയാക്കാൻ വേണ്ടി പറയുകയാണ്. ടീച്ചർ ആ വീഡിയോ കണ്ടത് എനിക്ക് ഉറപ്പാണ്. അതെന്താ അത്ര ഉറപ്പ്? അത് ബ്ലൂടിക്ക് വീണില്ലേ? ബ്ലൂടിക്ക് വീണെന്ന് പറഞ്ഞിട്ടും ഞാൻ കാണണമെന്നില്ലല്ലോ. അല്ല, ടീച്ചർ കണ്ടു. ടീച്ചർ ഇത് ആരോടും പറയരുത്. ശരി, ഞാൻ കണ്ടു, ആരോടും പറയുന്നില്ല. പക്ഷേ നീ ഇത് എന്തിനെനിക്ക് അയച്ചു? നീ ആർക്കയച്ചതാണ്? മാറിപ്പോയതാണോ? ടീച്ചറെ, മാറിപ്പോയതാണ്. ഞാനാണെങ്കിൽ വേറൊരു ആൻറ്റിക്ക് അയച്ചതാണെന്ന്. ഏത് ആൻറ്റിക്ക്? അത് ഒരു ആൻറ്റിയാണ് എന്നോട് ഓൺലൈനിൽ സംസാരിക്കുന്നതാ. എവിടെയുള്ള ആൻറ്റിയാടാ? അത് എറണാകുളം. എടാ, എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എന്നാലും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയധികം വാർത്തകളും മറ്റും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള അരകുളത്തുകൾ കാണിക്കാമോ? അതുമാത്രമല്ല, സ്വന്തം മുഖം വെച്ച വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാമോ? അത് ഞങ്ങൾ വീഡിയോ കോൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദിവസവും ഇങ്ങനെ കാണാറുണ്ട്. ഇന്ന് പക്ഷേ ഒരാഴ്ചത്തേക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് നീ ഒരു വീഡിയോ അയച്ചു തരണം, എനിക്കെന്ന് കാണാനാണെന്ന്. എടാ, ഇത് വെച്ച് അവർ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ലേ? അങ്ങനൊന്നുമില്ല, പാവമാണ്. അതെനിക്കങ്ങനെ അറിയാം. അല്ല, അവരും എനിക്ക് ഇതുപോലെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദൈവമേ, എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ലോകത്ത് എന്ന് ഞാൻ പറഞ്ഞു. ടീച്ചറെ ആരോടും പറയരുതേ, എൻ്റെ തെറ്റ് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്ഷമിച്ചിരിക്കുന്നു. എന്നാലും നിങ്ങൾ ഈ കൊച്ചു പിള്ളേർ പ്രായം കൂടിയ സ്ത്രീകളുമായി സൗഹൃദമാകുന്നതിന് പിന്നിൽ എന്താ രഹസ്യം? അതിൽ വലിയ രഹസ്യമൊന്നുമില്ല ടീച്ചറെ. പ്രായം കൂടിയാകുമ്പോൾ എല്ലാം തുറന്നു പറയും. പിന്നെ അവർ എന്തിനും റെഡിയായിരിക്കും. അതുമാത്രമല്ല, അവർക്ക് എക്സ്ക്യൂസസ് ഒന്നും കാണില്ല. എൻ്റെ വീട്ടുകാർ കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അപൂർവമായി വരികയുള്ളൂ. അതുമാത്രമല്ല, നമ്മളെ അവർക്ക് ഒത്തിരി വാത്സല്യവുമായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫുൾ പാക്കേജാണ്. പിന്നെ സെയിം പ്രായക്കാരാണെങ്കിൽ അതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവരുടെ സമയം നോക്കി. ഇതങ്ങനൊന്നുമല്ല, നമ്മുടെ സമയത്തിന് മിക്കവാറും അവർ അവൈലബിൾ ആകും. പിന്നെ കാണുന്നുണ്ടെങ്കിൽ പോയി കാണുകയും ചെയ്യാം. അധികം ആരും സംശയിക്കത്തുമില്ല. അപ്പം നീ എത്ര ആൻറ്റിമാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ആൻറ്റി കണ്ടിട്ടില്ല. ഞങ്ങൾ ഓൺലൈൻ മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് 2 ആൻറ്റിമാരെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഒന്ന് ആലപ്പുഴ പോയി കണ്ടു, ഒന്ന് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ അടുത്ത് ആരാം? അത് ടീച്ചർക്ക് അറിയില്ല. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ്. ആരാടാത്? എന്നോട് പറ. ഈ 3 കിലോമീറ്റർ അകലെയുള്ളവരെ എനിക്കറിയാമായിരിക്കും. കാര്യം എന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അത് ശരിയാ, ചിലപ്പോൾ ടീച്ചർക്ക് അറിയാവുന്ന ആളായിരിക്കും. എന്നാലും ഞാൻ അവരുടെ പ്രൈവസി തകർക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. നിന്നെ നേരിട്ട് കണ്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാൻ ടീച്ചറെ, ആരോടും പറയല്ലേ. ഇല്ല, ഞാൻ പറയില്ല. എന്നാലും എൻ്റെ മനസ്സിൽ ഒരു കൊളുത്തി വലി. ഈ 3 കിലോമീറ്ററിനുള്ളിൽ ആരാണ്? അങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങൾ ഇവിടെയും ഉണ്ടോ? മെഡിക്കുകളുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല.
ഭർത്താവിൻ്റെ നേർക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചാടിച്ചു വിട്ടു. ദേ, അനാവശ്യമായിട്ടും എൻ്റെ അടുത്ത് നിന്ന് വന്നേക്കരുതും, എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പുള്ളി അപ്പുറത്തേക്ക് മാറി. എനിക്ക് എൻ്റെ മനസ്സ് മുഴുവനും മറ്റ് ചിന്തകളായിരുന്നു. വീഡിയോ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ എന്തൊരു നല്ല പയ്യനാണ്, അതുമാത്രമല്ല എല്ലാം വ്യക്തമായി എൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും സൗന്ദര്യത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുമാത്രമല്ല, കൊതിച്ചതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് മുഴുവനും അങ്ങ് നിറയും. പിന്നെ നമുക്ക് നിറയ്ക്കണമെന്ന് തോന്നും. ഓർമ്മകളുടെ ഭാരം എന്നെ നന്നായി അലട്ടി അന്ന് രാത്രി. പിറ്റേ ദിവസം അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനെ നോക്കി. അവൻ ചമ്മിച്ചിരിച്ചു. പിന്നെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് എല്ലാവരും പോയി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എടാ എൻ്റെ മൊബൈലിൽ എന്തോ പ്രോബ്ലം, നീ ഒന്ന് ശരിയാക്കിത്താ എന്ന് പറഞ്ഞപ്പം ഓക്കെ ടീച്ചർ എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങ് പോവുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, സത്യം പറ, ഏതാ സ്ത്രീ? ടീച്ചർക്ക് ഇതെന്താ അറിയാൻ ഇത്ര ആഗ്രഹം? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ടീച്ചർക്ക് ലേശം കൗതുകം കൂടുതലാണല്ലോ. എന്താടാ, നിനക്ക് മാത്രം കൗതുകം കൂടിയാൽ മതിയോ എന്ന് ചോദിച്ചു. കാണിക്കേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ അവരുടെ ഫോട്ടോ കാണിച്ചു. എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, ഇതെനിക്കറിയാവുന്ന ഒരാളാണ്. ഇതാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുണ്ട്, ഗീതു. അവളുടെ അമ്മയാണ്. ഇപ്പോൾ അവളോട് പഠിക്കാൻ വരുന്നില്ല. അവൾ നേഴ്സിങ്ങിനോ മറ്റോ പോയെന്ന് തോന്നുന്നു അല്ലേടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ആഹാ, ഈ സ്ത്രീ ഇങ്ങനെയായിരുന്നു. ഇവിടൊക്കെ പണ്ട് ക്ലാസ്സിന് വരുമ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ പറയുമായിരുന്നു, പാവ സ്ത്രീ, വായിൽ നാക്കുണ്ടോയെന്ന് തപ്പി നോക്കണം. അപ്പോൾ അവൻ ചിരിച്ചു. വായിൽ നാക്കിൻ്റെ കാര്യമൊന്നല്ലോ ഇത്. അത് ശരിയാടാ, എന്നാലും നീയാണ് അവരെക്കാൾ മിടുക്കൻ. അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞ്? അല്ല, ഇത്ര ചെറുപ്രായത്തിലേ നീ ഇങ്ങനെ പൂക്കൾ ഇടാൻ മത്സരിച്ചിറങ്ങിയല്ലോ. അഹങ്കാരി, ഇങ്ങനെ ഐഫോണിലൊക്കെ വീഡിയോ എടുക്കുന്നു. ഇതങ്ങ് ലീക്കായെന്ന് വെച്ചോ, ആ സ്ത്രീ ആർക്കെങ്കിലും കൊടുത്തു, നീ എന്ത് ചെയ്യും? ഇത് ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലോ വന്നു. അപ്പോൾ അവൻ പറയുകയാണ്, വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യാനാണ്? വന്നാൽ എല്ലാവരും കാണും, അത്രയേ ഉള്ളൂ. നിൻ്റെ വീട്ടുകാരോ അമ്മയോ അച്ഛനോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചമ്മലൊക്കെ ഉണ്ടാകും. അവരെന്താ മോശമാണോ? എല്ലാ ആൾക്കാരും കാണുന്നേ. എല്ലാവർക്കും രഹസ്യമായിട്ട് പല മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കാണും. ചിലർ അത് ഉള്ളിലൊതുക്കും, ചിലർ അത് പ്രാവർത്തികമാക്കുന്നവരാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം, സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ മനുഷ്യർ ഇറങ്ങി പുറപ്പെടൂ. പലർക്കും ദൈവം കനിഞ്ഞ് പലപ്പോഴും പല സാഹചര്യങ്ങളും കിട്ടാറുണ്ട്. അങ്ങനെ സാഹചര്യം ഒട്ടും കിട്ടാത്തവർ ഇല്ലെന്ന് പറയാം. അങ്ങനെ നീ പറയരുതും. എന്നെപ്പോലെ കുടുംബത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെ തോന്നിയാലും സാഹചര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം തോന്നിക്കഴിഞ്ഞാൽ ടീച്ചർ ഓക്കെയാണ്. ഒന്ന് പോടാ, ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നല്ല കുടുംബത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതുതന്നെ ഞാനും പറഞ്ഞത്. സാഹചര്യം ഉണ്ടായെങ്കിലല്ലേ നല്ല കുടുംബമാണോ ചീത്ത കുടുംബമാണെന്ന് അറിയുകയുള്ളൂ. എടാ, എന്നാൽ നീ സൂക്ഷിക്കണം. ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാ. പ്രശ്നങ്ങളൊക്കെ വരട്ടെ, നീ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയൂ എന്നവൻ പറഞ്ഞു. എന്നാലും വല്ലാത്ത എടുത്തുചാട്ടം തന്നെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിൽ. എന്തെങ്കിലും അസുഖമൊക്കെ വന്നാലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് മരുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഇതിന് മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ, വിരൽത്തുമ്പിലിരിക്കുകയല്ലേ. ജസ്റ്റ് ഇൻ്റർനെറ്റ് അടിച്ചു നോക്കിയാൽ മതിയല്ലോ. ഇതിനൊക്കെയുള്ള എല്ലാ പരിഹാരങ്ങളും കിട്ടും. ഈ സദാചാരത്തിന് മാത്രം ഒരു പരിഹാരമില്ല ടീച്ചറെ. ടീച്ചർക്ക് ഇഷ്ടമല്ലെങ്കിൽ ടീച്ചർ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്? ഇഷ്ടമുള്ളവർ പൊയ്ക്കോട്ടെ, അത് അവർക്കുള്ള സ്വാതന്ത്ര്യമില്ലേ. ഇതൊക്കെ കണ്ട് ഇത്രയ്ക്കും അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ എന്നവൻ എന്നോട് ചോദിച്ചു. ഈ ചെക്കൻ എല്ലാം നിസ്സാരമാണ്. എൻ്റെ ഉള്ളിൽ വേവുന്നത് എനിക്കല്ലേ അറിയുകയുള്ളൂ. അപ്പോൾ ഞാൻ ശരി, എന്നാലും നീ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു, അല്ല ടീച്ചർക്ക് അന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോന്ന്? അതിന് ഞാൻ വീഡിയോ കണ്ടില്ലല്ലോ. കണ്ടു, പ്ലീസ്, കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ? തോന്നി. നല്ല മുളക് പുരട്ടിയ ചൂരൽ വടി കൊണ്ട് 2 പെട തരാൻ. ഇങ്ങനെയല്ലാതെ ടീച്ചർ സത്യസന്ധമായൊരു അഭിപ്രായം പറ. റേറ്റിംഗ് ചെയ്യേ. റേറ്റിംഗോ? അതെന്തുവാ? അല്ല, ടീച്ചർ കണ്ടതിൽ 5-ൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് പറയൂ. ഈ ചെക്കന് എന്തിൻ്റെ കേടാ? നമ്മൾ സിനിമകളൊക്കെ 5-ൽ 4 സ്റ്റാർ, 3.5 സ്റ്റാർ, 5 സ്റ്റാർ, 10-ൽ ഇത്ര എന്നൊക്കെ കൊടുക്കാറില്ലേ? ആ റേറ്റിംഗാ ഞാൻ ചോദിച്ചതെന്ന്. ഞാൻ പറഞ്ഞു പോയിക്കേ. അല്ല ടീച്ചർ പ്ലീസ് പറയൂന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം ഞാൻ തരാം 10-ൽ 10 മാർക്ക്. അതെന്താ 10 മാർക്ക്? മോനെ, നിൻ്റെ മറ്റേ ആൻറ്റിമാരെ പോലെയല്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീയാണ്. ഞാനാകെ അനുഭവിച്ചതും
കണ്ടതും എന്താണെന്ന് എനിക്കറിയാമല്ലോ. അത് താരതമ്യം ചെയ്യുമ്പോഴില്ലേ 10-ൽ 10 മാർക്ക്. അപ്പോൾ അത്ര ദയനീയ പരാജയമാണോ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ലായിരുന്നു. ഇത്രയും നാളെ ഞാൻ വിചാരിച്ചത് 10-ൽ 10 ഇവിടെയാണെന്നാണ്. പക്ഷേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ 3 മാർക്ക് കൊടുക്കാം, നിനക്ക് 10-ൽ 10. ആ ടീച്ചറെ, അതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ലോകത്തിലെ എക്സ്പീരിയൻസിന് കുറവ് കൊണ്ടാണ്. മറ്റ് ആൻറ്റിമാർ രണ്ടുപേരും എനിക്ക് എത്ര മാർക്കാണ് തന്നെന്നറിയാമോ? ഇല്ല, 8. അത് നല്ലൊരു സ്കോറാണല്ലോടാ. 17-14 ലോകവും കണ്ട അവരെട്ടെന്ന് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ തന്ന 10 അത് കറക്റ്റാണ്. ഞാൻ ആ കുടി ഭൂമിയല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അങ്ങനെയാണ് മാഡം ഞങ്ങൾ തമ്മിൽ കൂടുതൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനവന് വീഡിയോ ഒന്നും അയച്ചു കൊടുത്തില്ല, ഫോട്ടോ അയച്ചു കൊടുത്തില്ല. അവൻ പക്ഷേ ഇങ്ങോട്ട് അയച്ചു തരാൻ തുടങ്ങി. 1-ാം വട്ടം കണ്ടപ്പോൾ തലയിൽ കയറി, 2-ാം വട്ടം കണ്ടപ്പോൾ മനസ്സിൽ കയറി, 3-ാം വട്ടം കണ്ടപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. എന്തായാലും അങ്ങനെയൊക്കെ ആയപ്പോൾ അവൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. പക്ഷേ സാഹചര്യങ്ങളില്ലല്ലോ. ഹസ്ബൻഡ് ഇല്ലെങ്കിലും അമ്മായിമ്മ എപ്പോഴും അവിടെ കാണും, എങ്ങും പോകില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ പല കാര്യങ്ങളും ഒന്ന് ചെറുതായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ക്ലാസ് കഴിഞ്ഞ് ഇടയ്ക്ക് ചില നിർദോഷമായ നേരമ്പോക്കുകളുണ്ടായിരുന്നു. ഒരു വട്ടം എൻ്റെ അമ്മായിമ്മ അത് കണ്ടുപിടിച്ചു. എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിൻ്റെ ഭർത്താവ് പറഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ, കുടുംബജീവൻ തകർന്നു പോകുന്നു പറഞ്ഞു. ഞാൻ അമ്മയോട് യഥാർത്ഥ കഥയൊക്കെ പറഞ്ഞു. ആ ചെക്കന് നിന്നോട് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഒത്തിരി ചെക്കന്മാർക്ക് അങ്ങനെയുണ്ട്. ആ ഇവനെന്തായാലും നല്ലൊരു പയ്യനാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ആയിക്കോ മോളെ, ഞാനങ്ങ് കണ്ണടച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിമ്മയുടെ ആശീർവാദമുള്ളത് കൊണ്ട് പുതിയൊരു സെഷൻ ഞങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റി. അമ്മായിമ്മ പറഞ്ഞു, എടീ ദീർഘനേരം നീ മതി മറന്ന് നൃത്തമാടരുത്. എല്ലാത്തിനും ഒരു സമയവും സൗകര്യവും വേണം. അതുമാത്രമല്ല സൂക്ഷിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. എന്നാലും ഇടയ്ക്ക് മതിമറന്നു പോയി. അക്കിടിയും പറ്റി. എനിക്ക് ഇത്രയും നാളായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാം നോക്കി എല്ലാ കാര്യങ്ങളിലും കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചാണ് ഭർത്താവും ഞാനും കൂടെ മുന്നോട്ട് പോയത്. ഒരബദ്ധവും നാളെ വരെ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ പെട്ടെന്ന് തന്നെ എല്ലാം വെളിവായി വന്നു. അമ്മായിമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എടി കോംപ്ലിക്കേഷൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചതല്ലേ, എന്നിട്ടാണോ എന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് ഹസ്ബൻഡ് അറിയാതെ എല്ലാം ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ അവൻ ബാംഗ്ലൂരിലേക്ക് പോയി മാഡം. പെട്ടെന്ന് അവന് എന്തോ ആവശ്യം വന്നൊരു കോഴ്സ് പഠിക്കാനെന്ന് പറഞ്ഞ് അവനങ്ങ് പോവുകയാണ്. എനിക്കാണെങ്കിൽ സത്യം പറയാമല്ലോ ഒത്തിരി മിസ് ചെയ്യുന്നു. എൻ്റെ മനസ്സ് ആകെ തകർന്നിരിക്കുകയാണ്. അമ്മാമ്മയോട് പറഞ്ഞപ്പോഴേക്കും അമ്മാമ്മ പറയുകയാണ്, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കരുത്. വന്നത് വന്നു, ഒത്തതൊത്തു, പോയത് പോയി, അങ്ങനെ വിചാരിച്ചാൽ മതിയെന്ന്. എനിക്കാണെങ്കിൽ അത് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് ശരിക്കും പ്രണയാതുരമായി പ്രണയനഷ്ടം അനുഭവിക്കുകയാണ്. ഭർത്താവിനോട് ഞാനിപ്പോൾ ഒത്തിരി അകൽച്ചയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്വതയായിട്ട് ഒഴിവാക്കി വിടേണ്ട ഒരു കാര്യം നിങ്ങൾ ആകാംക്ഷ കൊണ്ട് അങ്ങോട്ട് ചെന്ന് ഒരു ടീച്ചറുടെ നിലയും വിലയും കളഞ്ഞു കുളിച്ചു. ചെക്കൻ ന്യൂ ജനറേഷനാണ്. അവനിതൊന്നും നോക്കേണ്ട കാര്യമില്ല. 1 വെച്ചാൽ 1, 2 വെച്ചാൽ 2 എന്നുള്ള രീതിയിൽ നടക്കുകയാണ്. അവൻ്റെ സൗകര്യം പോലെ അവൻ എവിടെയും പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സെൻറ്റിമെൻറ്റ്സോ പ്രേമമോ ഒന്നുമില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയല്ല, ഒന്നിലും ഉറച്ചു നിൽക്കില്ല. ഇത് നിങ്ങൾക്കറിയാം, എനിക്കെല്ലാം അറിയാം. ഈ ലോകത്തിൽ കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് അവനെ ഉപദേശിച്ച് നിങ്ങൾ തന്നെ ആ കുഴിയിൽ വീണത് ഒട്ടും ശരിയായില്ല. ഇനിയിപ്പോൾ വീണു, അത്രയൊക്കെ സംഭവിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ അവൻ പോയ വഴിക്ക് എവിടെയെങ്കിലും പോയിക്കോട്ടെ. അമ്മായിമ്മ പറയുന്നത് പോലെ അവരും ഇതിന് കൂട്ട് നിൽക്കരുതായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ അവരുടെയും ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ മരുമകൾക്ക് കൂട്ടുന്നത്. മകനെ പറ്റിക്കാൻ അങ്ങനെ സാധാരണ അമ്മമാർ ശ്രമിക്കാറില്ല. എന്തായാലും പറ്റിയത് പറ്റി, നടന്നു. അമ്മായിമ്മ പറയുന്ന പോലെ തന്നെ ചെയ്യുക. കാര്യം എന്തായാലും അവരുടെ ഉപദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് കയറി കയറുക. ചെക്കൻ്റെ പാട്ടിന് പോട്ടെ. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതം മാത്രം നോക്കുക. അക്കരെ പച്ച കണ്ട് അങ്ങോട്ട് പോവുക, ഇക്കരെ പച്ച കൊണ്ട് ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പറക്കുക ഇങ്ങോട്ട് പറക്കുക. അത് ചെയ്യരുത്. ഭർത്താവും കുട്ടിയുമുള്ള നിങ്ങൾ പ്രേമനൈരാശ്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്താണ് ലോജിക്ക്? അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ മാറ്റി കരുത്താർജിച്ച് നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുക. ഇത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഇനി ഉണ്ടാകാൻ വരുമ്പോഴേക്കും മുളയെ നുള്ളിവിടുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി എൻഗേജ് ആകാതിരിക്കുക, ശ്രദ്ധിച്ച് ജീവിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതിപ്പം പഴയ കാര്യം ഓർത്തിരുന്നിട്ട് എന്ത് കാര്യം?